നമുക്ക് ബ്രോക്കലി തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ബ്രോക്കലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കോളിഫ്ലവർ ഒക്കെ കട്ട് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ ഓരോ ഫ്ലോറൈറ്റ്സ് ആയിട്ട് നമുക്ക് അടർത്തിയെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ അല്ലെങ്കിൽ ബ്രോക്കലി എന്നൊക്കെ പറയുമ്പോൾ അതിൽ പുഴൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ വൃത്തിയാക്കി എടുക്കേണ്ടി വരും. ഞാൻ എല്ലാതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പിന്നെ ബ്രോക്കലി എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർ ഫുഡുകളുടെ കാറ്റഗറിയിലുള്ളൊരു ഭക്ഷണമാണല്ലോ. അപ്പോൾ ഏത് രീതിയിൽ നമ്മളിത് കഴിച്ചാലും വെറുതെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക, ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുത്ത് കഴിച്ചാലാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ്. പക്ഷെ അങ്ങനെയൊന്നും എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. അപ്പോൾ ഞാൻ ബ്രോക്കലിയുടെ ഒരുപാട് റെസിപ്പീസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ബ്രോക്കലി ഉപയോഗിച്ചുള്ള സാലഡ്സ്, 2 ടൈപ്പ് സാലഡ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്രോക്കലി എഗ് സ്റ്റിർ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണണം എന്നുള്ളവർ കണ്ടു നോക്കാം കേട്ടോ. കണ്ടോ, ഇതിലൊരു പുഴുവിനെ കണ്ടോ. ഇപ്പം ഞാൻ ഈ ബ്രോക്കലി എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തണ്ടിൻ്റെ ഭാഗം ഉപയോഗിക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഭാഗം മുകളിലത്തെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം, അതായത് ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചിട്ട് ഇതിൽ കൂടെ നമുക്ക് കട്ട് ചെയ്ത് ഇടാവുന്നതുള്ളൂ. ഈ കട്ടിയുള്ള ഭാഗം നമുക്ക് മാറ്റാം, അത് വേണ്ട. ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഇവിടെ നിന്നിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രോക്കലി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 ടീസ്പൂണോളം അളവിൽ. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇതിലെന്തെങ്കിലും പുഴു അല്ലെങ്കിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്യണത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബ്രോക്കലി മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ഇതുപോലെ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ള എന്തെങ്കിലും പുഴു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോയിക്കോളും കേട്ടോ. അതിനുശേഷം നമുക്കിത് ഡ്രെയിൻ ചെയ്തിട്ട് 1-2 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ബ്രോക്കലി എന്ന് പറയുമ്പോൾ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല ഇതിന്. ഒരുപാട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. അതുപോലെ ടേസ്റ്റും അത്ര നന്നായിട്ട് വരില്ല. പെട്ടെന്ന് തന്നെ ഇത് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് പച്ചവെള്ളത്തിലേക്ക് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓവറായിട്ട് കുക്കായിട്ട് മാറും കേട്ടോ. ബ്രോക്കലി ഞാനിപ്പോൾ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ നോക്കാം. അപ്പോൾ നല്ല ചെറുതായിട്ട് തന്നെയാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. നമുക്ക് ഈ ഒരു ബ്രോക്കലി ഇതുപോലെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് നല്ല ചെറുതായിട്ട് മുറിച്ചിടാം കേട്ടോ. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഇതിൻ്റെ കൂടെ കുക്കായിട്ട് വരുള്ളൂ. കണ്ടോ, ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്താൽ മതിയാവും. എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ ബ്രോക്കലി എല്ലാം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കളയാട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് കട്ടിയില്ല കേട്ടോ ഈ ഒരു ഭാഗത്തിനൊന്നും, ചിലർ ഉപയോഗിക്കാറുണ്ടത്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഒന്നും കൂടി ചെറുതാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല ചെറുതായിട്ട് പെട്ടെന്ന് തന്നെ വരും. ഇനിയിപ്പോൾ ഇതും കൂടി നമുക്ക് കട്ട് ചെയ്തെടുത്ത ബ്രോക്കലിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 5-6 ചെറിയുള്ളി ഒന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത്, 1 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചെറുകിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ താമസിക്കണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നാളികേരം ഇല്ലാതെ നിങ്ങൾക്ക് ഈ സെയിം രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നതിലേക്ക്. പിന്നെ ഒരു 2 പച്ചമുളക് നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, കുട്ടികളൊക്കെ ഉള്ള കാരണം എടുത്ത് കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. അത്യാവശ്യം എരിവ് ഉണ്ടാകുമ്പോൾ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബ്രോക്കലിയുടെ ഒരു മണവും ടേസ്റ്റും ഒന്നും ചിലവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അത് കാരണമാണ് ഒരു നാടൻ രീതിയിൽ ഇങ്ങനെ തയ്യാറാക്കണത് കേട്ടോ. അപ്പോൾ സാലഡ്സിൻ്റെ റെസിപ്പിയൊക്കെ കാണണമെന്നുള്ളവർക്ക് അതും കാണാവുന്നതുള്ളൂ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു മണവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ബ്രോക്കലി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും. പിന്നെ ബ്രോക്കലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ കഴിക്കാവുന്നുള്ളൂ. പിന്നെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഒരുപാടൊന്നും വേവിച്ചെടുക്കണില്ല കേട്ടോ. ഇതിപ്പോൾ റെഡി ആയതിന് നമുക്കിതിപ്പോൾ എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വന്നോട്ടെ. ഇപ്പം കണ്ടോ, കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ കേട്ടോ. ഓവറായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. സവാളയുടെ പച്ചമണം ഒന്ന് മാറി വരണം, അത്ര തന്നെ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഒരു ബ്രോക്കലി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം, ഒരു 1/4 ടീസ്പൂൺ. ഇനി തുറന്ന് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണല്ലോ. അപ്പോൾ ഇതിൽ കുറച്ചൊരു വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാട്ടർ കണ്ടന്റ് ഒക്കെ പോയിട്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പം നമ്മുടെ ബ്രോക്കലി തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിതൊരു 5 മിനിറ്റ് മാത്രമാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെക്കേണ്ട. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഒരു വാട്ടർ കണ്ടന്റ് അതുപോലെ നിൽക്കും. ഇതുപോലെ ഡ്രൈ ആയിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രോക്കലി തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടപ്പെടും.